അമ്പടി സരസ്വതി മടക്കില്ല കളി. കാണുന്നില്ലല്ലോ, ഇവളിത് എവിടെ കൊണ്ടാ വെച്ചിരിക്കുന്നേ? എന്റെ പൈസ എടുത്തിട്ട് അവക്ക് കളിക്കാന്ന് കാണിച്ച. പ്രകാശി, എന്നാൽ ഈ കച്ചവടം ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഈ പ്രകാശ് ജി ആരാണെന്ന് നിനക്ക് ഇതുവരെ അറിയാൻ മേലേ? എടാ, നമ്മളൊന്ന് വിചാരിച്ചാൽ അതങ്ങനെ നടക്കൂടാ. എന്നാലും നിങ്ങളൊരു ഭയങ്കര സംഭവം തന്നെയാട്ടോ. തകർക്കുകയല്ലേ നമ്മള്. പിന്നെ എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു പ്രകാശിയോട്. എന്തോ എന്നിട്ടേ നമ്മള് ചേട്ടനന്മാരെ പോലെ ഒരുമിച്ച് നടന്നിട്ട് റിക്വസ്റ്റ് അതിന്റെ കാര്യമൊന്നുമില്ല. നീ ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. കുഴപ്പമില്ല അല്ലേ? ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് പറയാം. പറയടാ. വേറൊന്നുമില്ല. ഇപ്പൊ നമ്മൾ സാധാരണ കച്ചവടം നടക്കുമ്പോൾ 60% പ്രകാശിക്കും, 40% എനിക്കുമാണല്ലോ. എന്ത് വെച്ച് നിനക്കതിൽ വിഷമമുണ്ടോ? കൂടുതൽ തരാൻ ആഗ്രഹമുണ്ടോ? കുഴപ്പമില്ല, ഞാൻ 70% എടുത്തോളാം, നിനക്ക് 30% തരാം. പിന്നെ 10% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് പറയാൻ നിങ്ങൾ എൻ്റെ കുഞ്ഞുമാടെ മോനിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ. വേണോ? നീ എന്ത് പറയാ? ഞാൻ പ്രകാശിയാടാ. ജിയുടെ കേസൊന്നും പറയാതിരിക്കുക ഭേദം. ഇനി മുതൽ നമ്മളൊരു ബിസിനസ് നടന്നു കഴിഞ്ഞാൽ 50% പ്രകാശിക്കും, 50% എനിക്കും, ഈക്വല്. എന്തോടാ നീ എന്റെ പുറകെ ഇങ്ങനെ വാലെ തൂങ്ങി പ്രകാശി കച്ചവടത്തിന് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞ് ഞാൻ നിന്നെ കൊണ്ടുപോയി കച്ചവടത്തിലൊക്കെ നിർത്തി ഇത്രയും കച്ചവടമൊക്കെ ആയിക്കഴിഞ്ഞപ്പം ഇപ്പൊ നീ എന്നോട് കണക്ക് പറയാൻ തുടങ്ങി അല്ലേ? ഇപ്പൊ ഞാൻ നിങ്ങളോട് കണക്ക് പറഞ്ഞില്ലെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ കണക്കൂട്ടൽ മൊത്തം തെറ്റും. ശരിയാടാ, കണക്കൂട്ടൽ മുഴുവൻ തെറ്റും. നിന്നെ പൊന്നെ കരളേന്ന് പറഞ്ഞാണല്ലോ കൊണ്ടുവന്ന് ഈ കച്ചവടമൊക്കെ പഠിപ്പിച്ച്. കുഴപ്പമില്ല നീ, പക്ഷെ എന്നാലും വിഷമമുണ്ടാ? എന്താ വിഷമം? ഒന്നുമില്ലടാ, ഓരോരുത്തരൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിഷമിപ്പിക്കുക. വേറെ ആരാ ഇവിടെ ഉള്ളത്? അച്ഛനെ വിഷമിപ്പിച്ചത്? എടാ, ഇത് ഞാൻ വിഷമിപ്പിച്ചൊന്നുമില്ല, ഇതൊക്കെ നിന്റെ അച്ഛന്റെ സെന്റിമെന്റൽ അഭിനയം. ഓ അച്ഛാ, ഇത് അച്ഛന്റെ ആക്ടിങ് ആണെച്ചാ ഭയങ്കര ഓവറാ. അപ്പുണ്ണി പറഞ്ഞ് കറക്റ്റ്, ഭയങ്കര ബോറാണ് നിങ്ങളുടെ അഭിനയം. നിങ്ങളുടെ സെന്റിമെന്റൽ അപ്രോച്ച് ഒന്നും എൻ്റെ അടുത്ത് വേണ്ട. ഇനി നടക്കുന്ന ബിസിനസിന്റെ 50-50 കിട്ടണം എനിക്ക്. എന്തുവാടാ വേണുകൂട്ടാ, നിനക്കറിയാവുന്നല്ലേ ഈ വീട്ടിലെ അവസ്ഥ. എനിക്കൊരു അമ്മയുണ്ട്, ഒരു ഭാര്യയുണ്ട്, ഇവനെ കൂടെ കൂട്ടി 4 പിള്ളേരുണ്ട്. ഇവരെയൊക്കെ നോക്കണമെന്നുണ്ടെങ്കിലേ ഒരാളെ വിട്ടുപോയി. നമ്മുടെ കാറ് ഒരു മനുഷ്യനേക്കാളും കൂടുതൽ ചെലവുള്ളൊരു സാധനമാണ് ആ കാറ്. അതും നിന്റെ ആവശ്യങ്ങൾ കൂടുന്നതല്ലേ. ഈ 7 സാധനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്ത് ചെലവാടാ? പക്ഷെ ഞാൻ പറഞ്ഞ നിങ്ങളോട് ഈ ബാധ്യത മുഴുവൻ എടുത്ത് തലയെ വെക്കാനായിട്ട്. വേണോ? പിന്നെ വേണം, കുറച്ചുകൂടെ കണ്ണിച്ചോര വേണം കേട്ടാ. കണ്ണിച്ചോര എനിക്ക് ഇച്ചിരി കുറവാണ്. ഇന്ന് മുതൽ എനിക്ക് ബിസിനസിന്റെ 50-50 എനിക്ക് കിട്ടണം. അച്ഛാ, വേണു നിങ്ങളോട് പോവാൻ പറ. ഇനി മുതൽ അച്ഛന്റെ ബിസിനസ് പാർട്ട്ണർ ഈ അപ്പുണ്ണി. കൊള്ളാം, പാർട്ട്ണർ ആക്കാൻ പറ്റിയ സാധനം ഈ കുരിപ്പിന്. ഹലോ, എനിക്കൊരു പേരുണ്ട്, ആദികേഷ്, കുരിപ്പല്ല. നിനക്കിപ്പം 50-50 കിട്ടിയാലേ നീ സമാധാനപ്പെടും. അതെ, കിട്ടണം. ശരി, ഞാനിപ്പോ പോയിട്ട് ഇന്നലെ നടന്ന കച്ചവടത്തിനനുസരിച്ച് 50-50 പൈസ എടുത്തോണ്ട് നിനക്ക് തരാം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ചെയ്യണോ വേണ്ടി നമുക്ക് പിന്നീട് ആലോചിക്കാം. അല്ല, അത് കഴിഞ്ഞിട്ട് മതിയല്ല. എന്ന് ഈ മോഹം ഇങ്ങനെ കാണണം കേട്ടാ. കാണും. നീ വിഷമിക്കൂടാ. പൈസ ചോദിക്കുമ്പോ ഓരോ ഡയലോഗ് ഇട്ട് തന്നെ വിഷമിക്കും. അങ്കിളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. പറയ്. വേണു അങ്കിള് പോയാലും അച്ഛന് വേറെ നല്ല വേണു അങ്കിളിനെയും കിട്ടും. ആണോ? കിട്ടും. അല്ല, അത് ഞാൻ പോകുമ്പോഴേ എന്റെ വില അറിയാൻ പറ്റുള്ളൂ. എന്റെ അപ്പന്റെ താളത്തിനൊത്ത് തുള്ളുന്ന ഒറ്റ ആളേ ഉള്ളൂ കൂട്ടത്തില്. വേറെ ആളെ കിട്ടും പോലും. പൈസ ചോദിക്കുമ്പോ എല്ലാ അവന്മാരും ഇങ്ങനെ തന്നെ.